ഷമീറെ, ഡ്രൈവിംഗിലായതുകൊണ്ട് നേരത്തെ കട്ട് ചെയ്ത്. ഇപ്പൊ ഫ്രീയാ, പറഞ്ഞു. എങ്ങനെ? അയ്യോ, അത് 8 പറ്റില്ല ഷമീറെ. 10 ലക്ഷമെങ്കിലും തികച്ചു കിട്ടണം. ഷമീറിന് അറിയാവുന്ന കാര്യമാണല്ലോ. അന്നൊരാള് 15 ലക്ഷം രൂപ കയ്യിൽ കൊണ്ടുവച്ച് തന്നതാ. കൊടുത്തില്ല. പക്ഷെ ഇന്നിപ്പോ ഇങ്ങനൊരു ആവശ്യം വന്നപ്പോ ശരി ശരി ശ്രമിക്കേ. മറുപടി പെട്ടെന്ന് വേണം. ഞാൻ വിളിച്ചോളാം. ശരി. ആ എന്തു പറ്റി ഇത്ര വലിയ ചിന്ത? ഒന്നുമില്ല. അച്ഛൻ വന്നിട്ട് കുറച്ചു നേരം ആയോ? ഒരു 5 മിനിറ്റ്. ഷമീർ വിളിച്ചിരുന്നു. നാട്ടിലെ വസ്തുവും വീടും കൂടെ ഒരാൾ 8 ലക്ഷം രൂപ പറഞ്ഞു പോലും. ഏതായാലും 8 കൊടുക്കുന്നില്ല. നമ്മൾ ആവശ്യക്കാരാണെന്ന് അറിഞ്ഞപ്പോ വില താഴ്ത്തി പറയുന്നതാ. പക്ഷേ കാശിന് കാശ് തന്നെ വേണമെന്നൊരു പ്രശ്നമുണ്ട്. ഈ വഴിയല്ലെങ്കിൽ പിന്നെ സഹകരണ ബാങ്കിൽ ലോൺ വെച്ച് കുറച്ച് പൈസ എടുക്കാന്നുള്ളതാ. അതും ഇപ്പൊ വലിയ പാടായിരിക്കും. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ടില്ലല്ലോ. മാത്രമല്ല ഇപ്പോ 5 സെന്റിനൊന്നും ബാങ്കുകാർ ലോൺ കൊടുക്കുന്നില്ലെന്നും കേട്ടു. ഏതായാലും കുന്നുംപുറത്ത് അനിൽ സഖാവ് ഇപ്പൊ ബാങ്ക് പ്രസിഡന്റോ മറ്റോ ആണ്. നാട്ടിൽ പോയി അയാളെ ഒന്ന് കാണണം. അത് നല്ലതാച്ചാ. അങ്ങനെയാവുമ്പോ എന്റെ അമ്മ അടക്കം ചെയ്ത മണ്ണ് കൈവിട്ടു പോവില്ല. നമുക്ക് കുറേശ്ശെ ലോൺ അടിച്ച് ഭൂമി തിരികെ എടുക്കുകയും ചെയ്യാം. വരട്ടെ. ഏതായാലും നാളെ നേരം വെളുത്തിട്ട് തീരുമാനിക്കാം കാര്യങ്ങൾ. നീ കഞ്ഞിയെടുത്ത് വെക്ക, ഞാൻ മേലെ ഇട്ട് വരാം. അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. അതാ ഞാനിപ്പോ കാത്തു നിന്നത്. അയ്യോ, എന്താ കാര്യം? പണ്ടത്തെ പോലെ നീ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അതൊന്നുമല്ല. വലിയ കുഞ്ഞിനെ ഏതോ ഒരു സായിപ്പ് വിളിച്ചിട്ട് 100 കോടിയുടെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചിരിക്കുക. അത് നല്ല കാര്യമല്ലേ? അതിനെന്തിനാ നീ ഒരു പ്രശ്നം പോലെ പറയുന്നത്? പ്രശ്നമുണ്ട്. ആ പ്രോജക്റ്റ് സാങ്ഷനായി കിട്ടണമെങ്കിൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായ എന്നെ വെച്ച് ഒരു കല്യാണം ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കണമെന്ന കണ്ടീഷൻ. കല്യാണം ഷൂട്ട് ചെയ്യാനോ? അതായത് അന്ന് എന്നെ കല്യാണ പെണ്ണിനെ പോലെ അഖില മേഡത്തിന്റെ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുക്കി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു പറഞ്ഞത് ഓർക്കണില്ലേ? ഓർമ്മയുണ്ട്. അതുപോലെ ഇപ്രാവശ്യവും കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി താലികെട്ടടക്കം ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കണമെന്നാ പറയണേ. അയ്യോ, അതെങ്ങനെ പറ്റും? നീ ഇപ്പോഴും? അതെ, അതുകൊണ്ട് തന്നെ അഖില മേഡവും പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ വലിയ കുഞ്ഞിന്റെ നിരാശ കണ്ടപ്പോ അങ്ങനെയാണെങ്കിൽ എന്നെ കെട്ടാൻ പോണ ആളിനെ വെച്ച് ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കാനാ അഖില മേഡം ഇപ്പൊ പറഞ്ഞിരിക്കണേ. ആരെ? രാജീവിനെ വെച്ചോ? അതെ അച്ഛാ. അതിന് രാജീവ് സമ്മതിച്ചോ? വലിയ കുഞ്ഞ് അപ്പൊ തന്നെ വിളിച്ച് സമ്മതവും ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ മോളെന്തിനാ ഭയപ്പെടുന്നത്? അതല്ല അച്ഛാ, ഈ താലികെട്ടെന്നൊക്കെ പറയണത് അത്രയ്ക്ക് കുട്ടിക്കളിയാ. മോളെ, ഈ സിനിമയിലും നാടകത്തിലൊക്കെ നടന്മാരും നടിമാരും എത്രയോ തവണ എത്രയോ പേരെ താലി കെട്ടുന്നു. അതുപോലെ ഇതുപോലെ അഭിനയമായിട്ട് എടുത്താൽ മതി. എന്റെ മോൾ എന്തിനാ പേടിക്കുന്നത്? കളിയായിട്ടാണെങ്കിലും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് മറ്റാരുമല്ലല്ലോ, രാജീവല്ലേ. താലികെട്ട് കളിയല്ലല്ലോ അച്ഛാ, അതിന് അതിൻ്റെതായിട്ടുള്ള പവിത്രതയില്ലേ? അങ്ങനെയല്ലേ? പക്ഷേ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ വലിയ കുഞ്ഞിന് 100 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നഷ്ടാവൂലെന്ന് ഓർക്കുമ്പോ. മോളെ, വലിയ കുഞ്ഞിന് വിഷമം ഉണ്ടാവുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. മാത്രമല്ല, നീ ആ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറാ. നീ കാരണം പുതിയ പുതിയ പ്രോജക്റ്റുകൾ കിട്ടണം. കിട്ടിയത് നഷ്ടപ്പെടാനും പാടില്ല. മോൾ ഇതിനൊരു നേരം പോക്കായിട്ട് എടുത്താൽ മതി. സത്യം പറഞ്ഞ ഇപ്പോഴല്ലേ മോളെ കുട്ടികൾ മണ്ണിലിറങ്ങി കളിക്കാത്തത്? പണ്ട് അച്ഛന്റെ കുട്ടിക്കാലത്ത് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് മരിച്ചീനയില വെച്ച് താലിയൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ എത്രയോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. മോൾ ഇതും അങ്ങനെ എടുത്താ മതി. പക്ഷെ അച്ഛാ, ഒരു പക്ഷേയില്ല. നീ അവര് പറയുന്ന പോലെ അങ്ങ് അനുസരിക്കും. ഏതായാലും ഞാൻ കാണത്തില്ല. നാളെ GM ആയിട്ട് കോഴിക്കോട് ഒന്ന് പോവുക. നീ വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്.
നമസ്കാരം. 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 തിരുമേനി നേരത്തെ എത്തിയോ? ആ, കുറച്ചു നേരമായി. കല്യാണത്തിന് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? ആ, ഇനിയൊന്നും വാങ്ങാനൊന്നുമില്ലല്ലോ. സാധാരണ ഒരു കൊച്ചു കല്യാണത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ റെഡിയാണ്. തിരുമേനി, ഇതൊരു ഡെമോ കല്യാണം എന്ന് വിചാരിച്ച സെറ്റപ്പ് ഇത്ര ചെറുതാക്കിയത്. ക്യാമറയിലെടുക്കാതൊക്കെ മതി, പക്ഷെ കല്യാണത്തിന്റെ ചടങ്ങുകളൊന്നും വെട്ടിക്കുറയ്ക്കരുത്. ഏയ് ഇല്ല. സായിപ്പന്മാരെ നോട്ടം അറിയാലോ. അവർക്ക് ഇപ്പൊ നമ്മളെക്കാൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ മന്ത്രങ്ങളൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ അങ്ങ് തട്ടിക്കോ, അവരങ്ങോട്ട് ഞെട്ടട്ടെ. അതൊന്നും ടെൻഷൻ അടിക്കണ്ട. യഥാർത്ഥ കല്യാണം എങ്ങനെ നടക്കോ അതേപോലെ ഇതും നടക്കും. അങ്ങനെ യഥാർത്ഥ കല്യാണം പോലെ ഒന്നും വേണ്ട. നമ്മുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂമില് മണ്ഡപത്തിലിരുന്ന് താലിയും മാലയൊക്കെ ചാർത്തുന്ന ഒരു സീക്വൻസ്, അത് മതി. അതെ, അധികം വൈഡായിട്ടുള്ള ഫ്രെയിം വെക്കണ്ട. കല്യാണ ചടങ്ങുകൾ ക്ലിയർ ആയിട്ട് കിട്ടിയാണ്. ശരി, അത് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ആ, അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി വിളക്കുകളൊക്കെ കത്തിച്ച് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ശരി. ശരി. ആ, ആ. ആ ഡൊണാൾഡ് എപ്പോഴാണ് വരുന്നത്? അയാളെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ വരും. ആ, കൂടെ വേറെ 1-2 പേരുണ്ടെന്ന് തോന്നുന്നു. ആനന്ദ്, ഇളയമെന്താ ഇവിടെ? അല്ല, ഇവിടെ ഒരു കല്യാണം ഷൂട്ട് ചെയ്യാൻ പോവല്ലേ. ചടങ്ങുകളൊന്നും തെറ്റാൻ പാടില്ലല്ലോ. നിങ്ങൾക്കാണെങ്കിൽ കല്യാണം നടത്തി പരിചയമോ ഇല്ല, അതുകൊണ്ടൊന്ന് സഹായിക്കാന്ന് കരുതി വന്നേ ഉള്ളൂ. പിന്നെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് 100 കോടി കിട്ടാനുള്ളതല്ലേ. ഈ പ്രോജക്റ്റ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഞാൻ വരാന്ന് വിചാരിച്ചത്. സോറി ഇളയമേ, തിരക്കിനിടയിൽ വിളിക്കാൻ വിട്ടുപോയതാ. ആ, പിന്നെ ഇതൊരു ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ളൊരു ചടങ്ങല്ലേ, ഒരു ആർഭാടത്തിന്റെ ആവശ്യമില്ലെന്ന് കരുതി. എനിവേ, ഇളയമ്മ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. ആ, അത് കൊള്ളാം. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ് പറയുന്നേ? ഇതെന്റെ കടമയല്ലേ. ഏ, ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ ഈ കല്യാണ കലാപരിപാടിയെ ഒരു സ്ഥലത്തെത്തിച്ചിട്ടേ പോകും. Hey, Anand. Hi, Mr. Anand. ഹലോ മിസ്റ്റർ ഡൊണാൾഡ്. How are you? ഫൈൻ. Please meet my friends, Hello. Lily and Sarah. Hi. നൈസ് ടു മീറ്റ് യു ടു. പ്ലീസ് കം. Yeah, fine. ഹീസ് മൈ യങ്ങർ ബ്രദർ അരവിന്ദ്. Hi. ഹലോ സർ. How are you? ഫൈൻ. Oh, hi. ദിസ് ഇസ് മൈ ആന്റ്. Oh. Hi. Nice to meet Hello. you. Oh, yes, hello. Hi. Nice to meet you. ഹലോ. ഹീസ് അവർ കമ്പനീസ് പബ്ലിസിറ്റി ഡിസൈനർ മിസ്റ്റർ രാജീവ്. ഹലോ Oh, സർ. Hi, Mr. Rajiv. കല്യാണി വാ. ഷീസ് അവർ ബ്രാൻഡ് അംബാസിഡർ കല്യാണി. Hi. നമസ്തേ. Namaste. ആൻഡ് ഹീസ് ഹെർ ബ്രദർ. Oh. Come on, please be seated. Yeah. We need little more time to do the arrangements. Please bear with us, okay? That's no problem. You carry on. Come, let's see that mural painting. Oh, sure. It's so beautiful. Yeah, of Yeah, come course. on, let's go. Yeah, let's go. See you, Anand. കല്യാണി, നീ ബ്രാൻഡ് അംബാസിഡർ അല്ലേ? ഇന്നിപ്പോ വന്നിരിക്കുന്ന ഈ ക്ലയൻസിന്റെ മുന്നിൽ നീ ഒരു സ്പീച്ച് നടത്തേണ്ടി വരും. സ്പീച്ചോ? സ്പീച്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ചെറിയ പ്രസംഗം.
നടന്നത് തന്നെ. ഈ സായിപ്പന്മാരുടെ മുന്നിൽ ഞാൻ പ്രസംഗിക്കാനോ? അതെ, ഇംഗ്ലീഷിൽ വേണം സംസാരിക്കാൻ. ആ, മലയാളം നേരെ ചെവി അറിഞ്ഞൂടാത്തവളാ ഇനി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പോകുന്നത്, അതും ഫോറിനേഴ്സിന്റെ മുമ്പില്. എന്തൊക്കെയാണെന്താ ഈ പറയുന്നത്? നടക്കുന്ന കാര്യം വല്ലതും പറയും. അതൊക്കെ നടക്കും, നടന്നേ പറ്റൂ. കല്യാണി വന്നേ. രാജീവ് സർ. ആ ക്യാമറക്കാരോട് ലൈറ്റിന്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ശരി സർ. ഇളയമേരിക്കും നിങ്ങൾ വാ. വാ. കല്യാണി, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയ ബാലികറ മലയൊന്നുമല്ല. നമ്മുടെ മലയാളം പോലെ തന്നെ വേറൊരു നാടിന്റെ വേറൊരു ഭാഷ, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് സംസാരിക്കുന്നവൻ ഏതോ വലിയവനാണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അത് വെറും വെറുതെയാ. പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നീ എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ അത് നല്ലതുപോലെ ശ്രദ്ധിച്ചു കേട്ട് സായിപ്പന്മാരുടെ മുന്നിൽ പറഞ്ഞാ മതി. അയ്യോ, എനിക്ക് പേടിയാവല്ലേ കുഞ്ഞെ. ഇപ്പൊ തന്നെ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുക, തൊണ്ടയൊക്കെ വരളുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് അയ്യോ എന്നെ കൊണ്ട് കൂട്ടിയ കൂടുന്നു തോന്നണില്ല. എന്റെ പൊന്ന് കല്യാണി, ബ്രോ ഇപ്പൊ പറഞ്ഞില്ലേ സായിപ്പന്മാരെ ആകാശത്തുനിന്ന് പൊട്ടി വീണമെന്നല്ല. ദേ, നമ്മളെ പോലെ തന്നെ വെറും മനുഷ്യരവര്. അവരുടെ ഭാഷ അതുപോലെ തന്നെ അവർ സംസാരിക്കുമെങ്കിൽ നിനക്കും പറ്റും അതൊക്കെ. അതെ, ദേ, അന്ന് ബ്രാൻഡ് അംബാസിഡർ മത്സരത്തിലും അന്ന് നീ ഇതുപോലെ തന്നെ പോയത്. പക്ഷെ അവസാനം എന്തായി? കിരീടം നിന്റെ തലയിലല്ലേ അമ്മ വെച്ചെന്ന്. ഇതും അത്രേ ഉള്ളൂ. നിനക്ക് പറ്റും കല്യാണി, ധൈര്യമായിട്ടിരിക്കും. അത്യാവശ്യമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ലഘു പ്രസംഗം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞുതരാം. അത് നീ മലയാളത്തിൽ എഴുതി കാണാതെ പഠിച്ച് പറഞ്ഞാൽ മതി. വെറും കാണാപ്പാടം. അപ്പൊ എളുപ്പമായില്ലേ? എന്തു പറയുന്നു? എന്ത് പറയാൻ, ഒരു ടെൻഷനും വേണ്ട കല്യാണി. ദേ, ഞങ്ങളില്ലേ നിന്റെ കൂടെ. ഇനി അഥവാ എന്തേലും പറ്റിയാലും അത് തിരുത്തി പറയാൻ ബ്രോ ഉണ്ടല്ലോ കൂടെ. നീ ഒന്ന് മനസ്സിരുത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ച് സാക്ഷാൽ സരസ്വതി ദേവി വരും നിന്റെ നാവിൻ മുമ്പിൽ. കൊള്ളം. പറന്നു പോകുന്ന വയ്യാവേലിയെ ഏണി വെച്ച് പിടിക്കുന്ന പണിയാ ഇപ്പൊ ഏട്ടനും അനിയനും. ഇവള് സംസാരിക്കുന്നതെന്ന് കേട്ടാ മതി എനിക്ക്, അതും സായിപ്പന്മാരുടെ മുമ്പില്. ഇത് സംഗതി ബബ്ബബ്ബബ്ബ. കല്യാണി, ഒരൊറ്റ കാര്യം. ഞാൻ എങ്ങനെ പറയുന്നു, വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കുന്നു, അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ അതങ്ങോട്ട് സ്വയം പറയുക. കഴിഞ്ഞു കാര്യം. ദേ, അത്രേ ഉള്ളൂ. ബ്രോ വായനക്കുന്ന എങ്ങനെയെന്ന് ആദ്യം ശരിയായി നോക്കി പഠിക്കും. ചേച്ചി, ചേച്ചിക്ക് പറ്റും. ചേച്ചി, എനിക്ക് പഠിക്കാനുള്ള എത്രയോ പാഠങ്ങൾ ചേച്ചിക്ക് കാണാതെ അറിയാം. അതെ, അതുപോലെ കാണാതെ പഠിച്ചങ്ങ് പറഞ്ഞാ മതി, നിഷ്പ്രയാസം സാധിക്കും. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാ. ഓക്കെ അല്ലേ?
നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഓക്കേന്ന് പറയേ ചേച്ചി. ചേച്ചിയെ കൊണ്ട് പറ്റും. പറ. ദേ കണ്ടോ, അനിയൻകുട്ടിന് പോലും വിശ്വാസമുണ്ട് കല്യാണിക്ക് ഇത് സാധിക്കുന്നു. നീ മാത്രം എന്തോന്നും മിണ്ടാത്തെ? കല്യാണി സമ്മതിക്ക് പ്ലീസ്. ശരി, ഞാൻ നോക്കാം. മതി, അത് എന്നെ ധാരാളം. അരവിന്ദേ, ആ. ഞാൻ സംസാരിക്കുന്നേക്കൊന്ന് മലയാളത്തിൽ എഴുതിയെടുക്കണം. ആ. കല്യാണിക്ക് എളുപ്പം വായിക്കാൻ പറ്റുന്ന തരത്തിലാവണം. ആ, മലയാളം എഴുതാൻ അറിയാലോ അല്ലേ? ചെറുതായിട്ട് മൊബൈലില് മെസ്സേജ് അയച്ച് ഇംഗ്ലീഷാ കൂടുതൽ പരിചയം. എന്നാലും ഞാൻ തെറ്റിക്കില്ല. ബ്രോ പറഞ്ഞു. കല്യാണി, ഞാൻ സംസാരിക്കുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കണം. എഴുതിക്കോ. Good morning to everybody. I am Kalyani, brand ambassador for Anand Group of Herbal Beauty Product. A brand ambassador is employed by a company to raise brand awareness and increase sales. As a brand ambassador, I would like to inform you that I will act tirelessly to bring this product to the people. Thank you so much. നന്നായിട്ട് ശ്രദ്ധിച്ചല്ലോ. ശ്രദ്ധിച്ചു. അരവിന്ദേ, ബ്രോ ആ എഴുതിയത് കല്യാണി ഏൽപ്പിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഫ്രീ ആയിട്ട് നീ അങ്ങ് പറഞ്ഞാ മതി. ഓക്കെ? ഇത് നല്ലതുപോലെ കാണാപ്പാഠം പഠിക്കണം. മാക്സിമം 10 മിനിറ്റിനകം നിനക്കത് അവതരിപ്പിക്കേണ്ടി വരും. ബി റെഡി. ഓക്കെ? ശരി വലിയ കുഞ്ഞ്. ധൈര്യമായിട്ട് നോക്കിക്കോ കല്യാണി. ഞങ്ങൾ പുറത്ത് കാണും. അനിങ്ങോട്ടാ നീ വാ. കല്യാണി അത് കാണാപ്പാഠം പഠിക്കട്ടെ. ഒറ്റയ്ക്കാണെങ്കിലേ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. ഓൾ ദി ബെസ്റ്റ് കല്യാണി. വാ. Good morning to everybody.